രാവിലെ ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ഈ ഭാഷ എനിക്ക് പ്രയോഗിക്കുന്നതിലൊരു പരിമിതിയുണ്ട്. എന്നാലും ചില പോങ്ങന്മാർ, പോഴന്മാർ, പോഴത്തരം ഇരുന്ന് ചാനലുകളിലൂടെ ടൈറ്റിലുകളായിട്ടും പിന്നെ ബ്രേക്കിംഗ് ന്യൂസായിട്ടൊക്കെ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാതിരുന്നാൽ അതൊരു കുറ്റബോധം തോന്നും. അതുകൊണ്ട് മാത്രം പറയുകയാണ്. ഇന്നലത്തെ ചാനലുകളിലെ പ്രമുഖ ചാനലുകളിൽ, അത് മരമുറി ചാനലായാലും മൗദൂദി ചാനലായാലും ഏതു ചാനലായാലും പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളിലും വന്ന ഒരു വാർത്ത, PS ശ്രീധരൻപിള്ളയെ മാറ്റി. എന്താണ് പോഴത്തരം പറയുന്നത്? PS ശ്രീധരൻപിള്ളയുടെ പീരീഡ് കഴിഞ്ഞു. ഒരു സ്ഥലത്തേക്ക് ഒരാളെ പോസ്റ്റ് ചെയ്താൽ അത് നോമിനേറ്റഡ് പോസ്റ്റ് ആണെങ്കിൽ, ഒരു ഗവൺമെന്റ് PSC മെമ്പറായിട്ട് ഒരാളെ പോസ്റ്റ് ചെയ്തു, 6 വർഷം കഴിയുമ്പോൾ മാറ്റുന്നതാണോ? തീരും പീരീഡ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു, ഇപ്പോൾ സദാനന്ദ മാസ്റ്റർ നോമിനേറ്റ് ചെയ്തു, 6 വർഷം കഴിയുമ്പോൾ പീരീഡ് തീരും. അങ്ങനെ ശ്രീധരൻപിള്ളയെ മാറ്റിയതാണോ? PS ശ്രീധരൻപിള്ള, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയുടെ പീരീഡ് കഴിഞ്ഞു. പീരീഡ് കഴിഞ്ഞാൽ പിന്നെ മാറ്റലില്ല. മാറ്റി എന്ന് പറഞ്ഞാൽ എന്തായാലും വേറെ എവിടെയോ കൊടുത്തു, വേറെ എങ്ങോട്ടൊക്കെയോ മാറ്റി, സ്ഥലം മാറ്റം എന്നൊക്കെ പറയും പോലെ. ഇത് അദ്ദേഹത്തിൻ്റെ പീരീഡ് കഴിഞ്ഞു. പകരം ഗണപതി രാജുവിനെ വെച്ചു, മുൻ മന്ത്രി ഗണപതി രാജുവിനെ വെച്ചു. പുതിയ ഗവർണർമാരുടെ പോസ്റ്റ് വയ്ക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തെ വെച്ചു. പിന്നെ അതുപോലെ രാജ്യസഭ എംപിമാരുടെ പോസ്റ്റ് നികർത്തുന്നതിൻ്റെ ഭാഗമായി, നോമിനേറ്റഡ് എംപിമാരുടെ പോസ്റ്റ് നികർത്തുന്നതിൻ്റെ ഭാഗമായി സദാനന്ദ മാസ്റ്റർ അടക്കം 4 പേരെ വെച്ചു. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ, ഒരു ഹിസ്റ്റോറിയനെ, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഡിഫൻസിലുള്ള ഒരാളിനെ, അങ്ങനെ 3 പേരെ ചേർത്ത് 4 പേരെ വെച്ചു. ഇതല്ലേ എൻ്റെ പ്രോസസ്സ്. പക്ഷേ ചാനലുകളെല്ലാം എഴുതി കാണിക്കുന്നത് ബ്രേക്കിംഗ് ന്യൂസ് PS ശ്രീധരൻപിള്ളയുടെ പിന്നെ മാറ്റിയെന്നാണ്. അതിന് പകരം ഗോവയിൽ പുതിയ ഗവർണർ ഗണപതി രാജു, PS ശ്രീധരൻപിള്ളയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ പുതിയ ഗവർണറെ വെച്ചു എന്ന് പറയുന്നതല്ലേ മാന്യമായ റിപ്പോർട്ടിംഗ്, എന്ന് പറയുന്നതല്ലേ ട്രൂത്ത്, എന്ന് പറയുന്നതല്ലേ സത്യം. അപ്പോൾ ആ സത്യത്തെ ഇങ്ങനെ വികലമാക്കി പെട്ടെന്നൊരു ആളുകൾ നോക്കുമ്പോൾ PS ശ്രീധരൻപിള്ളയുടെ പീരീഡ്, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയുടെ പീരീഡ് കഴിയും മുമ്പേ എന്തോ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി, അല്ലെങ്കിൽ പീരീഡ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വേറെ എവിടെയോ മാറ്റി കൊടുത്തു. ഈ 2 മെസ്സേജ് അല്ലേ അതിനകത്ത് കിടക്കുന്നത്, നിങ്ങളുടെ ആ ലാംഗ്വേജിൽ കിടക്കുന്നത്. ഒന്നുകിൽ അദ്ദേഹത്തെ മാറ്റി വേറെ എവിടെയോ കൊടുത്തു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റം ചെയ്തുകൊണ്ട് എന്തോ മാറ്റി, ഇടയ്ക്ക് വെച്ച് മാറ്റി. ഈ 2 മാറ്റലുള്ളൂ. ഇത് മാറ്റലല്ലെന്നേ, ഇത് പീരീഡ് കഴിഞ്ഞെന്നേ അദ്ദേഹത്തിൻ്റെ. സ്വാഭാവികമായിട്ട് പീരീഡ് കഴിഞ്ഞ് ഞാൻ സംതൃപ്തനായി ഗവർണർ പദവിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു എന്ന് സംതൃപ്തനായി പറയുമ്പോൾ അതിൻ്റെ ബൈറ്റ് കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തെ മാറ്റി എന്നുള്ള ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഒരു വികലതയുള്ള നെഗറ്റീവ് റിപ്പോർട്ടിംഗ് ആണ് പോകുന്നത്. ഇതിലൂടെ എന്ത് രാഷ്ട്രീയ നേട്ടമാണ് ഉണ്ടാകുന്നത്? എന്ത് ചാനൽ റീച്ചാണ് ഉണ്ടാകുന്നത്? ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ അങ്ങനെ ചെയ്താൽ, ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഒരു ഡിജിറ്റൽ മീഡിയ, ഒരു യൂട്യൂബ് അങ്ങനെ ചെയ്താൽ മനസ്സിലാവും. കാരണം ആളുകൾ ഇതിനകത്ത് ഇടിച്ച് കയറണം, പരസ്യമൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്ക്. ഇടിച്ച് കയറണമെങ്കിൽ ചില നെഗറ്റീവ് തമ്പുകളൊക്കെ ഇടേണ്ടി വരും. ജീവിച്ചിരിക്കുന്നവൻ ചത്തു എന്ന് എഴുതിയാലേ ചിലപ്പോൾ ആളുകൾ കയറുമ്പോൾ അയാൾ ജീവിച്ചിരിക്കുന്നു, പിന്നെ ചാവുകളെന്ന് പറയേണ്ടി വരും. അതൊക്കെ സമ്മതിക്കാം. പക്ഷേ ഒരു പരസ്യങ്ങളെ കിട്ടുന്ന സാറ്റലൈറ്റ് ചാനലുകൾ ഇങ്ങനെ ചെയ്യുന്നത് കൊടിയ അപരാധമാണ്. നിങ്ങളിങ്ങനെ ചെയ്യരുത്. ജനങ്ങൾക്ക് സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുകയും സത്യസന്ധമായ നിരൂപണം നടത്തുകയും വളരെ സത്യസന്ധമായ വിമർശനം നടത്തുമ്പോഴാണ് നിങ്ങൾ 4th എസ്റ്റേറ്റ് ആകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ 0 എസ്റ്റേറ്റായി പോകും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക.